എന്താണ് ഡിജിറ്റൽ മാർക്കറ്റ്? അതിനെ എങ്ങനെ വിവക്ഷിക്കാം? ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഒരു വലിയ അംബർലയാണ് ആക്ച്വലി. അതിനകത്ത് ഒരുപാട് സബ് സെക്ഷൻസ് ഉണ്ട്. ഇപ്പോൾ ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നൊരൊറ്റ വാക്ക് കേൾക്കുമ്പോൾ പലപ്പോഴും സംരംഭകർക്ക് പേടിയാണ്, ആർക്ക് കൊടുക്കണം എന്നറിയില്ല. ഗൂഗിൾ ഒരു വലിയ പ്ലാറ്റ്ഫോമാണ്. ഗൂഗിൾ റിലേറ്റഡ് ആയിട്ടുള്ള മാർക്കറ്റിംഗ് സർവീസുകളുണ്ട്. ഇപ്പം SEO കേട്ടിട്ടുണ്ടാവും, സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ. ഒരാൾ വന്നിട്ട് എന്നോട് പറഞ്ഞത് നിങ്ങൾക്ക് ഫുൾ കച്ചവടം മെറ്റേ ചെയ്താൽ കിട്ടുമെന്ന് പറഞ്ഞിട്ടൊക്കെ വരാറുണ്ട്. അങ്ങനെയൊക്കെ എന്തെങ്കിലും എക്സ്പീരിയൻസ് പറയാനുണ്ടോ? കൊച്ചി തന്നെ ഒരു വലിയ സ്ഥാപനം അവരുടെ റീറ്റെയിൽ ഔട്ട്ലെറ്റ് തുടങ്ങാനായിട്ട് തീരുമാനിക്കുന്നു. അതൊരു വലിയ ബജറ്റ് വലിയൊരു ബഡ്ജറ്റ് വരുന്ന കാര്യമാണ്. 5 ലക്ഷം രൂപയ്ക്ക് 30 ലക്ഷം രൂപ സെയിൽ ഉണ്ടാക്കി തരാം. ഇങ്ങനെ പോലീസ് വന്ന് സ്റ്റോറിന്റെ ഫ്രണ്ടിൽ നിൽക്കുന്നു. വൻ കച്ചവടമാണ്. പോലീസുകാരും കടയിലുള്ള സ്റ്റാഫും അല്ലാതെ വേറെ ആരും അന്നത്തെ ദിവസം അവിടെ ഫുട്ഫോൾ ഉണ്ടായിരുന്നില്ല. അതാണ് സത്യം. അപ്പോൾ ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് വർക്ക് ആകണമെങ്കിൽ ഓണറുടെ ഭാഗത്ത് നിന്ന് എന്തെല്ലാം കാര്യങ്ങൾ വേണം? ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് മാത്രം വിചാരിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ബിസിനസ് ഒരിക്കലും സക്സസ് ആവത്തില്ല, അല്ലെങ്കിൽ സെയിൽസ് ബിൽഡ് ചെയ്യാൻ പറ്റത്തില്ല. അതൊരു 50% ഓഫ് ദ ആക്ടിവിറ്റി മാത്രമാണ് ആക്ച്വലി. സംരംഭകന്റെ കയ്യിലാണ് 50% പണിയിരിക്കുന്നത്. 100%. 50% മാത്രമാണത്. ഇങ്ങനെയൊക്കെ ഉണ്ട്, ഇതൊക്കെ ഒന്ന് മേടിച്ചോ എന്ന് പറയാനേ പറ്റുള്ളൂ. അതെ അതെ. പക്ഷേ ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കുന്നതിൽ മുതൽ ഈ സംരംഭകർ പറ്റിക്കപ്പെടുന്നുണ്ട്. ഇതെങ്ങനെ ഒഴിവാക്കാൻ പറ്റും? ഏറ്റവും ബെറ്റർ നിങ്ങൾ ആദ്യം ഒരു കൺസൾട്ടൻറ്റിനെ കൺസൾട്ട് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ എപ്പോഴും അഡ്വൈസ് ചെയ്യുന്നത്.